നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന മനുഷ്യ വ്യക്തിത്വത്തെ അമിതമായി ആരാധിക്കുന്നതിലും കാട്ടിലും നല്ലത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന പരമസത്യത്തെ ആരാധിക്കുന്നതാണ്. ഇത് ഭൂമിയാണ്. ഭൂമിയിൽ പൂർണ്ണത ഉള്ളതൊന്നുമില്ല. പൂർണ്ണമാവാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത്. പൂർണ്ണതയിലേക്ക് വേണ്ടി വരുന്ന കർമ്മപൂർത്തീകരണത്തിന് വരുന്ന സ്ഥലമാണ് ഭൂലോകം. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം കർമ്മപൂർത്തി ഓൾമൈറ്റി അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്കുള്ള യാത്രയാണ്. അതാണ് എല്ലാവരുടെയും പർപ്പസ്, മെയിൻ പർപ്പസ്. അതായത് എല്ലാവരുടെയും യാത്ര മുക്തിയിലേക്കാണ്. അറ്റ് ദ സെയിം ടൈം അതേസമയം എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ പർപ്പസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരായിരിക്കും ഗുരുവായിട്ട് വരുന്നത്. അതേ സമയം തന്നെ ആ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള കർമ്മപൂർത്തീകരണത്തിനുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടാവും. ചില ഗുരുക്കന്മാർക്ക് അസുഖം വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ സാധനങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അസുഖം വന്നു? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അസുഖം, അദ്ദേഹത്തിൻ്റെ ശരീരം അനുഭവിക്കുന്ന അസുഖമല്ല നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടോ എന്നുള്ളതാണ്. പല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവൻ, ശ്രീരാമകൃഷ്ണദേവൻ ഇവരൊക്കെ അവസാന കാലത്ത് അസുഖം വന്നാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ പലരുടെയും ഒരു സംശയമാണ്, ഇത്രയും വലിയ സാധന ചെയ്തിട്ടുള്ള മഹാഗുരുക്കന്മാർക്ക് എന്തുകൊണ്ട് അസുഖം വന്നു എന്നുള്ളത്. അസുഖം വരാതിരിക്കുക എന്നുള്ളതല്ല സാധനയുടെ ലക്ഷ്യം. നമ്മുടെ സാധാരണ കണ്ണിലൂടെ കാണുമ്പം അവരെ അത് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ചിലപ്പോൾ അത് നോക്കുമ്പം നമ്മൾ സാധാരണക്കാരായിട്ട് നമുക്ക് ബാധിക്കും. പക്ഷെ നമ്മുടെ താഴ്ന്ന തലത്തിൽ നിന്ന്, നമ്മുടെ റേഞ്ചിൽ നിന്ന് നമ്മളതിനെ കാണുമ്പം നമുക്കങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അവർക്കത് ബാധിക്കുന്നേ ഉണ്ടാവില്ല. അവർ ഉള്ളിൽ അത് ശാന്തമായിരിക്കും. അവർക്കറിയാം കർമ്മപൂർത്തീകരണത്തിനും കൂടി വേണ്ടി ഇതൊക്കെ അനുഭവിച്ച് ശരീരം തീരേണ്ടതാണെങ്കിൽ അനുഭവിച്ച് തീരട്ടെ എന്ന് തന്നെയായിരിക്കും അവരുടെ ചിന്തയും. അങ്ങനെയുള്ളവരെ ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിയാരാധനയ്ക്കപ്പുറമായിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന എന്തു സുഹൃതം കൊണ്ടാണോ അവർക്ക് ഈ ജന്മം ഗുരുവാവാൻ പറ്റിയത് എന്നുള്ളത്. പലതുമായി തീരാമായിരുന്നല്ലോ, എന്നിട്ടും അവരെന്ത് സുഹൃതം കൊണ്ടാണോ അവർ ഗുരുവായി തീർന്നത്, ആ സുഹൃതത്തെ, അവർ പറഞ്ഞു തരുന്ന അറിവിനെ, അവർ പറഞ്ഞു തരുന്ന അനുഭവങ്ങളെ, അവർ പറഞ്ഞു തരുന്ന ശാസ്ത്രയുക്തമായിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ ഉപയോഗിച്ച് നോക്കൂ, മുന്നോട്ട് പോകൂ. നിങ്ങളുള്ളിലുള്ള ഗുരു വെളിച്ചം തെളിഞ്ഞു വരികയും ചെയ്യും. അല്ലാതെ ഭൗതികപരമായിട്ടുള്ള മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആരാധനയല്ല തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത് എന്നുള്ളതും കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ഓർത്തോളുക, ഗുരു എന്നല്ല, എല്ലാ വ്യക്തികളുടെയും അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം മോക്ഷമാണ്. പക്ഷെ കർമ്മത്തിൻ്റെ ബന്ധനം കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സൽ പേർപ്പസ് ഇവിടെ അവർക്കുണ്ടാവും. അത് തീർത്താൽ മാത്രമേ അവരുടെ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. കാരണം ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർക്കണം. ചിലവർക്ക് ഗുരുവായി തീരാൻ ഒരുപാട് പേരുടെ ആഗ്രഹം കൊണ്ടാണ് ഒരു ഗുരു ഉത്ഭവിക്കുന്നത്. ഒരുപാട് പേരുടെ ആഗ്രഹം കൊണ്ടാണ് ഒരു നല്ല നേതാവ് ഉണ്ടാവുന്നത്. ഒരുപാട് പേരുടെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഒരു നല്ല രക്ഷകൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാം. വരൾച്ചയുള്ള സമയത്ത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയിലാണ് ഒരു മഴ അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെല്ലാം സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, സദാ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മായയിൽ പെട്ടുഴലുന്ന ഈ മനുഷ്യൻ നല്ല സർവ്വജീവജാലങ്ങൾക്കും ഒരു പർപ്പസ് ഇവിടെ ഉണ്ടാവും ഭൂമിയിൽ. അതേ സമയത്ത് നിരന്തരമായി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഒരു സൈഡിൽ കൂടെ മോക്ഷത്തിലേക്കുള്ള യാത്രയുമാണ്. ഈ പ്രപഞ്ചത്തിലെ പർപ്പസിനെ എങ്ങനെ കൃത്യമായി കൊണ്ടുപോകുന്നു, അതിനനുസരിച്ച് പരമമായ പർപ്പസിലേക്കുള്ള നിങ്ങളുടെ ദൂരം കുറയുന്നു. പ്രപഞ്ചത്തിലെ പർപ്പസിനെ എത്ര അറിഞ്ഞ് ചെയ്യാതെ വിടുന്നു, അതിനനുസരിച്ച് ഇതിലേക്കുള്ള ദൂരവും ഈ ജീവിതത്തിലെ ദൂരവും കൂടുന്നു, സങ്കടങ്ങളായി വരുന്നു.